സ്വാഭാവിക ശരീരത്തെ കൊടുക്കുന്നു. എന്നാൽ എല്ലാ ശരീരവും ഒരുപോലെയല്ല. മനുഷ്യന്റെ ശരീരം വേറെ, മൃഗങ്ങളുടെ ശരീരം വേറെ, പക്ഷികളുടെ ശരീരം വേറെ, മത്സ്യങ്ങളുടെ ശരീരം വേറെ. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയയുടെ ദേശ് വേറെ, ഭൗമികയുടെ ദേശ് വേറെ, സൂര്യന്റെ ദേശ് വേറെ, ചന്ദ്രന്റെ ദേശ് വേറെ, നക്ഷത്രങ്ങളുടെ ദേശ് വേറെ. ഒരു നക്ഷത്രം മറ്റു നക്ഷത്രക്കാൾ ദൈവമയമായിരിക്കുന്നു. അപ്രകാരം തന്നെയാവുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും. ക്ഷയത്തിനായി വിതയ്ക്കപ്പെടുന്നു, അക്ഷയമായി ഉത്ഥാനം ചെയ്യുന്നു. തുച്ഛമായി വിതയ്ക്കപ്പെടുന്നു, മാസത്തോടെ ഉത്ഥാനം ചെയ്യുന്നു. ബലഹീനയോട് വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോട് ഉത്ഥാനം ചെയ്യുന്നു. പ്രാണമയമായ ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉത്ഥാനം ചെയ്യുന്നു. പ്രാണമയമായ ശരീരമുണ്ട്, ആത്മീയ ശരീരമുണ്ട്. ഒന്നാം ബ്രഹ്മേന്മാർ സ്വർഗീയരെങ്ങനെയും അങ്ങനെയിരിക്കും സ്വർഗീയന്മാർ. ബ്രഹ്മേന്റെ സാദൃശ്യം നാം ധരിച്ചു പറഞ്ഞ സ്വർഗീയന്റെ സാദൃശ്യം നാം എന്നാൽ എന്റെ സഹോദരന്മാരെ, ശരീരത്തിനോ രക്തത്തിനോ സുരാജ്യം അറിയിക്കാവുന്നതല്ല, നശ്വരമായ അക്ഷരതയെ അറിയിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാൻ രഹസ്യവും നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്രവാദിക്കയില്ല. അവസാന കാഹളം ഒതുമ്പോൾ കണ്ണമയ്ക്കുന്നത് പോലെ അത്ര തൊട്ടിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നിശ്ചലമായത് അനശ്വരാവസ്ഥയും പ്രതിഫലമായത് അമൃതാവസ്ഥയിൽ ഇരിക്കുവാൻ പോകുന്നു. കൃപയാലിവനെ രക്ഷിക്കാം. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ഇതാണ് വീണ്ടുമായി കാണുന്ന എല്ലാവർക്കും സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് സ്നേഹിക്കുകയും താൻ ചെയ്യുകയെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുത്താനായിട്ട് Hare
വിസ്മയമാശ്ചര്യം ദൂതന്മാർ തിരുവഞ്ചിതറിയമെല്ലാം